നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പ് ദിനത്തിൽ ജയരാജന്റെ ആത്മകഥ പുറത്തു വന്നത് കാലത്തിന്റെ കണക്ക് ചോദിക്കലെന്ന് KPCC പ്രസിഡന്റ് K. സുധാകരൻ. പ്രസിദ്ധീകരണത്തെക്കുറിച്ച് അറിയില്ലെന്ന് പറഞ്ഞതെന്നുണ. കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിന്റെ പക ഇപ്പോഴുമുണ്ട്. EP-യുടെയും പാർട്ടിയുടെയും വിശദീകരണം രണ്ട് വഴിക്കാണ് എന്നും സുധാകരൻ പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയനെ രൂക്ഷമായി വിമർശിച്ച് തെരഞ്ഞെടുപ്പ് ദിവസം മുതിർന്ന നേതാവ് EP ജയരാജന്റെ ആത്മകഥ പുറത്തു വന്നത് കാലത്തിൻ്റെ കണക്ക് ചോദിക്കലാണ് എന്ന് CPM-ൻ്റെ നേതാക്കൾ മനസ്സിലാക്കണം. ഇതേപോലുള്ള അലിഗേഷൻസ് ഉമ്മൻചാണ്ടിയെ അവസരത്തിലും അനവസരത്തിലുമിട്ട് അദ്ദേഹത്തെ കുടുക്കിയതും അദ്ദേഹത്തെ ആക്ഷേപിച്ചതും കേരളത്തിലെ ജനങ്ങൾ ഇന്ന് ഓർമ്മിക്കുകയാണ്. 3 ഘട്ടങ്ങളിൽ ഉമ്മൻചാണ്ടിയെ അവർ പരാമർശിച്ച് അപമാനിക്കാൻ ശ്രമിച്ചതിനുള്ള തിരിച്ചടിയാണ് ശ്രീ EP ജയരാജൻ്റെ ഈ ആത്മകഥ എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അദ്ദേഹം ഇതിനു മുമ്പും പലത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ CPM-ൻ്റെ അകത്ത് പഴയതുപോലെയല്ല. CPM-ൻ്റെ അകത്ത് പല നേതാക്കളും ഉള്ളു തുറന്ന് പറയാൻ തുടങ്ങിയിട്ടുണ്ട്. കുറേ ആളുകൾ അതൊരു യാഥാർത്ഥ്യമാണ്. ഇടതുപക്ഷത്തിൻ്റെ ദൗർബല്യം ഓരോ ദിവസം കൊടുന്തോറും അത് കൂടിക്കൂടി വരുന്നു. അമർഷവും പ്രതിഷേധവും അവരുടെ മനസ്സിൻ്റെ അകത്ത് ഉറഞ്ഞു തുള്ളുന്നു എന്നതിൻ്റെ തെളിവായിട്ടാണ് ഞങ്ങൾ ഇതിനെയൊക്കെ വിലയിരുത്തുന്നത്. CP-യുടെയും അതുപോലെ തന്നെ CPM-ൻ്റെയും വിശദീകരണം തന്നെ യുക്തിസഹമല്ല. രണ്ടും രണ്ട് വഴിക്കാണ്. LDF കൺവീനർ സ്ഥാനത്ത് നിന്നും പുറത്താക്കിയതിനുള്ള പക EP-ക്ക് ഇപ്പോഴും അടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിന് പരിഹാരമില്ലാത്തിടത്തോളം കാലം അദ്ദേഹം തൃപ്തനുമാവില്ല, അദ്ദേഹം നിശബ്ദനുമാവില്ല എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. പാലക്കാടിലെ LDF സ്ഥാനാർത്ഥി അവസരവാദിയാണ് എന്ന് CPM-ൽ ഒരു നേതാവെങ്കിലും പറഞ്ഞത് വളരെ സന്തോഷമുണ്ട്. ഞാൻ EP ജയരാജൻ ഞാൻ അഭിനന്ദിക്കുകയാണ്. കാല് മാറിയ ശരീരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറഞ്ഞത് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും മനസ്സിനകത്ത് വിതുമ്പുന്ന ഒരു വിഷയമാണ് എന്ന കാര്യത്തിൽ. കൂടുതൽ വാർത്തകൾ അറിയുവാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഒപ്പം YouTube ചാനൽ സന്ദർശിക്കുക. വാർത്തകളുടെ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.